തെരഞ്ഞെടുപ്പ് രംഗം സജീവമായതോടെ നാട്ടിൻപുറങ്ങളിൽ നാലാൾ കൂടുന്നിടത്തെല്ലാം ഇപ്പോൾ രാഷ്ട്രീയമാണ് ചർച്ച. നാട്ടിലെ മുതിർന്ന പൗരന്മാരാണ് ചർച്ചകളെ സമ്പന്നമാക്കുന്നത്. കോട്ടയം ഉദയനാപുരം പഞ്ചായത്ത് പരിധിയിൽ നിന്നും സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാട്ടിൻപുറങ്ങളിലെ ചെറു കവലകളിലെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് സജീവമാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഉദയനാപുരം പഞ്ചായത്തിലെ വല്ലകം എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്താണ്. എനിക്ക് ഇരുവശങ്ങളിലുമായി പ്രായം ചെന്ന കുറേ ചേട്ടന്മാരുണ്ട്. ഇവരൊക്കെ പഴയകാല തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ പൊതുവേ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായിരിക്കുന്നതും ഇതുപോലെയുള്ള കുറേ മനുഷ്യരാണ്. അപ്പോൾ ഇവരോട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ സജീവമാണ്. സജീവമാണ്. നമ്മുടെ പാർട്ടിയാണ് ജയിക്കണം. പറ്റിന് ഒരു ഇതില്ലാത്ത കൊച്ചാണ്, അതിന് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. 71 വയസ്സുണ്ട്. അപ്പോൾ പെൻഷനൊക്കെ മേടിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടോ? ഇതൊക്കെ കിട്ടുന്നുണ്ട്. എന്താണ് ചേട്ടാ, തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാൻ നമ്മൾ കുറേ വർഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ സർക്കാരിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്, ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീടും എൻ്റെ കുടുംബവും. നമ്മളെ ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ഈ നാടിനൊരു വലിയ ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് വൈക്കത്തിൻ്റെ ഭാഗമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തീണ്ടാപ്പലക എടുത്തെറിഞ്ഞിട്ട് 100 വർഷം കൂടി പിന്നിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ നാടിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഞങ്ങളുടെ നാട്ടിൽ വലിയ കുഴപ്പമില്ല, നല്ല പ്രവർത്തനമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വർഷ ജയിക്കുന്ന പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചാണ്. അത് ജയിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പം നമ്മളെ പുതിയ സ്ഥാനാർത്ഥിയില്ലേ വർഷ, പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വന്ന് നല്ല വിദ്യാഭ്യാസമുണ്ട്. ആ കുട്ടിക്ക് പൂർവാധികം നല്ല വോട്ടോടുകൂടി അവൾ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു. 5 വർഷമായിട്ട് പെൻഷൻ മേടിക്കുന്നുണ്ട്. ഉണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ 600 രൂപയിലാണ് തുടങ്ങിയത് പോയപ്പോൾ. ഇപ്പോൾ 2000 രൂപ ആയത് ആരുടെ കഴിവുകൊണ്ടാണ്? ഈ പിണറായി സർക്കാരിൻ്റെ കഴിവല്ലേ? ആരുടെ കഴിവുകൊണ്ടാ ചേട്ടാ? അതെ, പിണറായി സർക്കാരിന്റെ കഴിവുകൊണ്ടാണ് ഇത്ര സംഭവിച്ചത്. അല്ലാതെ ആരും ഒരു ചുക്കുവിടെ ചെയ്തിട്ടില്ല. ആണോ? ആരും ഒരു ചുക്കുവിടെ ചെയ്തിട്ടില്ല. ഈ 18 മാസം കുടിശ്ശിക തീർത്തിട്ടാണോ? അല്ല, പിണറായി കയറിയപ്പില്ല നടന്നത് എല്ലാ ഇതും. അപ്പോൾ ഈ പിണറായി തന്നെ, LDF തന്നെ, ഇടതുപക്ഷം തന്നെ ഇവിടെ ഭരിക്കണം. എന്തായാലും ചേട്ടന്മാരൊക്കെ വളരെ സജീവമാണ്. കാരണം പെൻഷൻ കിട്ടുന്നതിൻ്റെ സന്തോഷം അവരുടെ വാക്കുകളുണ്ട്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.